പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് ഗ്രാമത്തിൽ 800 വർഷത്തെ ചരിത്രമുറങ്ങുന്ന ഒരു ശിവക്ഷേത്രമുണ്ട്. അച്ചൻകോവിലാറിന്റെ തീരത്ത് ശ്രീകോവിലും ചുറ്റമ്പലവുമില്ലാതെ സ്വയംഭൂവായ തൃപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രം. കർക്കിടക വാവുബലിക്ക് പ്രസിദ്ധമായ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. വനവാസകാലത്ത് കൃഷ്ണാർജുനന്മാർ ഈ നദിക്കരയിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. ഇടയ്ക്ക് വിശപ്പും ദാഹവും തോന്നിയപ്പോൾ അർജുനൻ കായ്കനികൾ പറിച്ചെടുത്ത് ഭക്ഷണമാക്കുവാൻ ആരംഭിച്ചു. എന്നാൽ അന്ന് പ്രദോഷമായതിനാൽ പരമശിവനെ പൂജിക്കുവാതെ ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ അർജുനൻ അതിനുവേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ചു. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താനായില്ല. ശിവഭഗവാനെ പൂജ ചെയ്യുവാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി തരണമേ എന്ന് അർജുനൻ കൃഷ്ണനോട് അപേക്ഷിച്ചു. കൃഷ്ണൻ തന്റെ കാൽപാദങ്ങൾ കാണിച്ച് ശിവസങ്കല്പത്തിൽ പൂജ ചെയ്തു കൊള്ളുവാൻ അറിയിച്ചു. അപ്രകാരം അർജുനൻ പൂജ ചെയ്തു. ഭഗവാന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ സ്ഥലം കാലാന്തരത്തിൽ തൃപ്പാറയായി മാറി. നൂറ്റാണ്ടുകൾക്ക് ശേഷം പുല്ലരിയുവാൻ വന്ന വ്യക്തി തന്റെ അരിവാളിന്റെ മൂർച്ച കൂട്ടുവാൻ തൃപ്പാറയിൽ ഉരസിയതിന്റെ ഫലമായി പാറയിൽ നിന്നും രക്തം പൊടിക്കുവാൻ തുടങ്ങി. പേടിച്ചരണ്ട് നിലവിളിച്ചപ്പോൾ ആളുകൾ ഓടിക്കൂടി. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദൈവിക സാന്നിധ്യം മനസ്സിലാക്കി. അങ്ങനെ തൃപ്പാറ മഹാദേവ ക്ഷേത്രത്തിന്റെ പിറവിയായി. മേൽക്കൂരയില്ലാതെ കരിങ്കല്ലിൽ പണിത ശ്രീകോവിൽ. ശ്രീകോവിൽ നടക്കിൽ നിന്നും പടിഞ്ഞാറ് മാറി ഒരു കുഴിയിലാണ് ശിവപൂജ നടക്കുന്നത്. അച്ചൻകോവിലാറ് കര കവിഞ്ഞൊഴുകി പ്രകൃതിയാലുള്ള ആറാട്ട് വർഷം തോറും ഇവിടെ നടക്കുന്നു.